നമുക്ക് പെട്ടെന്നൊരു ഡെസേർട്ടൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് അതല്ലെങ്കിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് അങ്ങ് വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കിടിലൻ ടേസ്റ്റിലുള്ള ഈസി പുഡിംഗ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നേ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിന് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. 8 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് കളയാം. പുഡിങ്ങിലേക്കാവുമ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ ഈ സൈഡ് പോർഷൻ ഉണ്ടാകുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാട്ടോ അത് കളയുന്നത്. അല്ലെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കളയല്ല, നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് പാല്, 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാലൊന്ന് ചൂടായിട്ട് വരട്ടെ. പാല് ചൂടായിട്ട് വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു പുഡിങ്ങിലേക്ക് നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കസ്റ്റേർഡ് പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ചൂടായ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് നല്ല തിക്കായിട്ട് വരും. വലിയ ബബിൾസ് ആയിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് തിക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡറിൻ്റെ ഈ ഒരു പുഡിങ് എല്ലാവർക്കും അറിയായിരിക്കും. കസ്റ്റേർഡ് പൗഡറിൻ്റെ എന്ത് ടൈപ്പ് പുഡിങ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതേപോലെ തന്നെയാണ് ഇതും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും മതി കേട്ടോ. ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ചൂടാറിയാൽ അത് ഒരുപാട് തിക്കായി പോവും. അപ്പോൾ ആദ്യം കുറച്ച് ഒരു പുഡിങ് ട്രേയിൽ ആദ്യം കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ സൈഡ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് 4 പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ, പാത്രത്തിനൊക്കെ അനുസരിച്ച്. വീണ്ടും ഞാൻ 4 ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും ബാക്കിയുള്ളത് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പുറത്ത് വെച്ച് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അത് സെറ്റായതിനു ശേഷം ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഒരു ക്രീമി ആയിട്ട് തന്നെ കിടന്നോട്ടെ. അതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഫ്ലഫി ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത്രയും ആക്കിയെടുക്കുന്നുള്ളൂ. ഇനി സെറ്റാക്കി എടുത്തിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ ചെറിയ ട്രേയിലാണല്ലോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആയിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തതാണ്, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ഏതിനടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്ന കേട്ടോ. ഞാൻ പിന്നെ സെൻറ്ററിലും കുറച്ച് 4 ഭാഗത്തും ഇട്ടിട്ട് പിന്നെ സെൻറ്ററിലും കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കിട്ടില്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടോ. ഇതുപോലത്തെ പുഡിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ ഒരുപാട് പുഡിങ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലത്തെ ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ലെയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനും ഈസിയാണ്. അതേപോലെ തന്നെ ആ ഒരു കസ്റ്റാർഡ് മിക്സ് നന്നായിട്ട് തന്നെ പുഡിങ് രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. മുകളിൽ കുറച്ച് ക്രീമി ആയിട്ട് ഇരിക്കും. നമ്മുടെ വിപ്പിംഗ് ക്രീം വല്ലാണ്ട് അങ്ങ് സ്റ്റിഫാക്കി ബീറ്റ് ചെയ്തെടുത്തിട്ടില്ലല്ലോ, കുറച്ച് ക്രീമി ആയിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റുമാണ് കേട്ടോ ആ രീതിയിൽ ചെയ്തെടുത്തുകൊണ്ട് തന്നെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്